നീ എന്തോന്നട ഈ സ്റ്റീൽ ബോഡി കാണിച്ച് കളരിപ്പയറ്റ് നടത്തുന്നത്? ഇവിടുത്തെ പ്രേതങ്ങൾ കുടിക്കാൻ ചോര ഉണ്ടാക്കുവാണോടെ? അറമ്പറ്റുന്ന വാക്ക് പറയാതണ്ണ. ഇവിടത്തെ രക്തയക്ഷി ചോരയൂറ്റി കൊന്ന അണ്ണന്റെ ശവത്തിൽ മന്ത്രി മാധവൻ റീത്ത് വെക്കുന്നത് ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു. ചുമ്മാ പേടിപ്പിക്കാതെ പോയി ചായ ഇട്ടോണ്ടോടെ. ഇവിടെ ആർക്ക് വേണം ചായ? അതിരാവിലെ ഒരുത്തൻ പുറത്തിരുന്ന് മോന്തുന്നുണ്ടില്ലേ? ഉണ്ടയാണെങ്കിലും ശരി, ഇതുപോലെ ഇരുന്ന് മോന്തുന്ന ഒരുത്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇങ്ങനെ പോയാൽ അധിക കാലം നമുക്ക് അവനെ നോക്കേണ്ടി വരില്ല. പാവം പണിക്കര് സാറ് എന്താഗ്രഹത്തിലാ അവനെ എഞ്ചിനീയറിംഗിന് വിട്ടത്. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് എന്തരാവാണ്ട്? തെണ്ടി തിരിഞ്ഞ് നടക്കാനേ പറ്റുള്ളൂ. കുണ്ടാപ്പണി പഠിച്ചിട്ടോ? ഒരുത്തൻ്റെ തല വെട്ടിയപ്പോൾ അവന് കിട്ടിയത് 10 ലക്ഷം രൂപയല്ലേ? കേട്ടോ സുന്ദര? സുന്ദര ഇത്ര പെട്ടെന്ന് പൂച്ചയായ? ഒത്തിരി പേരെ കൊന്നു കുഴിച്ചു മൂടിയ ബംഗ്ലാവായത്. പ്രേതം ഏത് രൂപത്തിലും വരാം. സുന്ദര, 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 ഇവിടെ എന്തായാലും ഒരു ശവത്തിന്റെ മണം അടിക്കുന്നത്. അണ്ണാ തേയില എവിടെ ഇരിക്കുന്നു? അവിടെ ഇരിക്കും. ഇനി തേയില മനസ്സിലായി അന്വേഷിക്കണ്ട. ചായ റെഡി കൊടേ. പുതിയ പ്രേതം അകത്ത് കോട്ടിട്ട് കേട്ട പ്രേതം ഇപ്പൊ ബ്ലൗസ് ഇട്ടായിരിക്കും. ഇത് യക്ഷിയാണണ്ണാ, യക്ഷി. ഞാൻ യക്ഷി ഒന്നുമല്ല സാറന്മാരെ, അരുന്ധതി. ഇവിടെ അടുക്കളപ്പണിക്ക് ആളെ വേണം പറഞ്ഞിട്ട് വന്നതാ. കള്ള പറയരുത്. നിനക്കൊരു യക്ഷിയുടെ മണമുണ്ടല്ലോ. സത്യം പറയട്ടെ ചുടലേക്ഷി, നീയല്ലേ പകത്ത് പ്രായമായിട്ട് വന്നത്? അല്ല സാറന്മാരെ, ഞാൻ ദേ പുറകിലുള്ള വഴി കൂടാ വന്നത്. BPL വിഭാഗത്തിൽപ്പെട്ട പാവം സഖാക്കളാ ഞങ്ങള്. ഞങ്ങളെ ചോര ഊറ്റി കുടിക്കാതെ ഇവിടെ നിന്ന് പോ.